നമസ്കാരം സുഹൃത്തുക്കളെ. മേളകർത്ത രാഗങ്ങളും സ്വരസ്ഥാനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങളെയാണ് മേളകർത്ത രാഗങ്ങൾ എന്ന് പറയുന്നത്. ഇത് 72 എണ്ണമാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ സരി ഗമ പദ നിസ സാനിധപ മകരിസ. ഈ സ്വരങ്ങൾ 72 വ്യത്യസ്ത രീതികളിൽ നമുക്ക് പാടാൻ സാധിക്കും. ഒരു മേളരാഗം എടുത്തു കഴിഞ്ഞാൽ അതിൽ 7 സ്വരങ്ങളാണ് ഉണ്ടാവുക. സ രി ഗ മ പ ധ നി. 7 സ്വരങ്ങളും ഉള്ളത് കൊണ്ട് അതിനോട് പറയുന്നത് സമ്പൂർണ്ണ രാഗങ്ങൾ എന്നാണ്. മാത്രമല്ല ആരോഹണത്തിൽ ഉപയോഗിച്ച സ്വരസ്ഥാനങ്ങൾ എന്തു തന്നെയാണോ അത് തന്നെയായിരിക്കും തിരിച്ച് അവരോഹണത്തിലും ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഷോഡശ സ്വര പട്ടിക ഉപയോഗിച്ചാണ് ഈ 72 രാഗങ്ങൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ 12 സ്വരസ്ഥാനങ്ങളാണ് കർണാടക സംഗീതത്തിലുള്ളത്. ഈ 12 സ്വരസ്ഥാനങ്ങളിൽ 16 സ്വരനാമങ്ങൾ ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനാണ് ഷോഡശ പട്ടിക എന്ന് പറയുന്നത്. ഈ ഷോഡശ സ്വരപ്പട്ടിക അടിസ്ഥാനപ്പെടുത്തിയാണ് 72 മേളകർത്ത രാഗങ്ങളെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. 72 മേളകർത്ത രാഗങ്ങളെ 6 വീതം വരുന്ന 12 ചക്രങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഈ ചക്രങ്ങളുടെ പേര് ഇന്ദു, നേത്ര, അഗ്നി, വേദ, ബാണ, ഋതു, ഋഷി, വസു, ബ്രഹ്മ, ദിശി, രുദ്ര ആൻഡ് ആദിത്യ. ഒരു ചക്രം എടുത്തു കഴിഞ്ഞാൽ അതിലെ എല്ലാ രാഗങ്ങളുടെയും പൂർവാംഗം ഒന്ന് തന്നെയായിരിക്കും. പൂർവാംഗം എന്ന് പറഞ്ഞാൽ സ രി ഗ മ. ഈ 4 സ്വരങ്ങൾ ഒന്ന് തന്നെയായിരിക്കും. ഉത്തരാംഗങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. ഉത്തരാംഗം എന്ന് പറഞ്ഞാൽ പദനിസ. അപ്പോൾ ഒന്നാമത്തെ ചക്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1 തൊട്ട് 6 വരെയുള്ള രാഗങ്ങൾ, അതായത് കനകാംഗി, രത്നാംഗി, ഗാനമൂർത്തി, വനസ്പതി, മാനവതി, താനരൂപി. ഈ 6 രാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ രാഗങ്ങളുടെയും സരിഗമ ഒന്ന് തന്നെയായിരിക്കും. ഇവയുടെ ഉത്തരാംഗങ്ങളെല്ലാം വ്യത്യസ്തങ്ങളായിരിക്കും. അതായത് ഒന്നാമത്തെ രാഗത്തിന്റെ പദനിസ ഒന്നാമത്തെ രാഗത്തിന് മാത്രമേ കാണുള്ളൂ. അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിരിക്കും രണ്ടാമത്തത്, അതിൽ നിന്നും ഡിഫറൻ്റ് ആയിരിക്കും മൂന്നാമത്തത്, അങ്ങനെ 4-മത്തതിനും 5-മത്തതിനും 6-മത്തതിനും വ്യത്യസ്തമായിരിക്കും. ഈ ഓർഡറിൽ തന്നെ, അതായത് 1 മുതൽ 6 വരെ ഉള്ള രാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഉത്തരാംഗങ്ങൾ ഏത് ഓർഡറിലാണോ വരുന്നത് ആ ഓർഡറിൽ തന്നെയായിരിക്കും 7 മുതൽ 12 വരെയുള്ള രാഗങ്ങളിലും ഉത്തരാംഗങ്ങൾ വരിക. ആ ഓർഡറിൽ തന്നെയായിരിക്കും 67 72 വരെയുള്ള രാഗങ്ങളിലും ഉത്തരാംഗങ്ങൾ വരിക. ഒരു ചക്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കോമൺ ആയ ഒരു സരിഗമയും വ്യത്യസ്ത 6 പദനിസകളുമാണ് അതിൽ ഉണ്ടാവുക. 6 വ്യത്യസ്ത പദനിസ എങ്ങനെ വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ഉത്തരാംഗമാണ് പഞ്ചമം, ശുദ്ധദൈവതം, ശുദ്ധനിഷാദം. ഒന്ന് പാടി നോക്കാം എങ്ങനെ വരും. രണ്ടാമത്തെ ഉത്തരാംഗത്തിന്റെ സ്വരസ്ഥാനങ്ങളാണ് പഞ്ചമം, ശുദ്ധദൈവതം, കൈശികി നിഷാദം. മൂന്നാമത്തെ ഉത്തരാംഗമാണ് പഞ്ചമം, ശുദ്ധദൈവതം, കാകളി നിഷാദം. നാലാമത്തെ ഉത്തരാംഗമാണ് പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശികി നിഷാദം. അഞ്ചാമത്തെ ഉത്തരാംഗമാണ് പഞ്ചമം, ചതുശ്രുതി ദൈവതം, കാകളി നിഷാദം. ആറാമത്തെ ഉത്തരാംഗമാണ് പഞ്ചമം, ഷഡ്ശ്രുതി ദൈവതം, കാകളി നിഷാദം. ഇനി ഓരോ ചക്രത്തിലും വരുന്ന പൂർവാംഗങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതിൽ വരുന്നത് ഷഡ്ജം, ശുദ്ധ ഋഷഭം, ശുദ്ധകാന്താരം, ശുദ്ധ മധ്യമം. സാരി ഗ മ പ മ ഗ രി സ. രണ്ടാമത്തെ ചക്രത്തിൽ വരുന്നത് ഷഡ്ജം,
ശുദ്ധ ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധ മധ്യമം. സാരി ഗ മ പ മ ഗ രി സ. മൂന്നാമത്തെ ചക്രത്തിൽ വരുന്നത് ഷഡ്ജം, ശുദ്ധ ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധ മധ്യമം. സാരി ഗ മ പ മ ഗ രി സ. നാലാമത്തെ ചക്രത്തിൽ വരുന്നത് ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധ മധ്യമം. സാരി ഗ മ പ മ ഗ രി സ. അഞ്ചാമത്തെ ചക്രത്തിന്റെ പൂർവാംഗം വരുന്നത് ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധ മധ്യമം. സാരി ഗ മ പ മ ഗ രി സ. ആറാമത്തെ ചക്രത്തിന്റെ പൂർവാംഗം വരുന്നത് ഷഡ്ജം, ഷഡ്ശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധ മധ്യമം. സാരി ഗ മ പ മ ഗ രി സ. ഇനി 37 തൊട്ട് 72 വരെയുള്ള മേളകർത്ത രാഗങ്ങളുടെ സ്വരസ്ഥാനങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഈ 1 തൊട്ട് 36 വരെ വരുന്ന രാഗങ്ങളുടെ ശുദ്ധമധ്യമം ഉയർത്തി പ്രതിമധ്യമം ആക്കിയാൽ മതി. അതായത് ഒന്നാമത്തെ രാഗമായ കനകാംഗിയുടെ ശുദ്ധമധ്യമം ഉയർത്തി പ്രതിമധ്യമമാക്കിയാൽ കിട്ടുന്നത് 37ാമത്തെ രാഗമായ സാലകം ആയിരിക്കും. 29ാമത്തെ മേളകർത്ത രാഗമായ ശങ്കരാഭരണ രാഗത്തിന്റെ മധ്യമം ഉയർത്തിയാൽ കിട്ടുന്നത് 65ാമത്തെ മേളകർത്ത രാഗമായ മേജ കല്യാണി അഥവാ കല്യാണി ആയിരിക്കും. 36ാമത്തെ രാഗമായ ചലനാട്ടയുടെ ശുദ്ധമധ്യമം ഉയർത്തി പ്രതിമധ്യമം ആക്കി കഴിഞ്ഞാൽ കിട്ടുന്നത് 72ാമത്തെ മേളകർത്ത രാഗമായ രസികപ്രിയ ആയിരിക്കും.